പ്രദേശത്തുണ്ടായ ശക്തമായ മഴയെയും പ്രകൃതി ദുരന്തത്തെയും തുടർന്ന് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പൂഞ്ഞാർ അഡ്വക്കേറ്റ് എം ജെ സെബാസ്റ്റ്യൻ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി. കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ജെ മർഫി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലും മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ സെന്റ് ജോസഫ് സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലുമാണ് MLA നേരിട്ട് എത്തിയത്. ക്യാമ്പുകളിൽ കഴിയുന്ന ദുരിതബാധിതരുമായി അദ്ദേഹം നേരിട്ട് സംസാരിക്കുകയും അവരുടെ ആശങ്കകളും ആവശ്യങ്ങളും കേട്ടറിയുകയും ചെയ്തു. ക്യാമ്പിൽ കഴിയുന്നവർക്ക് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, കുടിവെള്ളം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് MLA വിലയിരുത്തി. അതോടൊപ്പം ക്യാമ്പുകളിലുള്ളവർക്ക് ആവശ്യമായ മെഡിക്കൽ പരിശോധനകളും മരുന്നുകളും കൃത്യമായി ലഭ്യമാക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാവിധ പിന്തുണയും സഹായങ്ങളും സർക്കാർ ഉറപ്പാക്കുമെന്നും ആരും ഭയപ്പെടേണ്ടതില്ലെന്നും MLA പറഞ്ഞു. മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതിൻ്റെ മെമ്പർമാർ, പ്രസിഡന്റ്, സെക്രട്ടറി, ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാർ, തഹസീൽദാർമാർ, ഏത് പ്രദേശത്തും ആവശ്യമായി വരുന്ന അവരുടെ ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, അടിയന്തരമായി വരുന്ന സാഹചര്യങ്ങൾ നേരിടാൻ അവർക്ക് ഫണ്ട് ചെലവഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഒന്ന്. രണ്ടാമത്, അടിയന്തര ഘട്ടം നേരിടാനുള്ള ഫണ്ട് സർക്കാർ അലോട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടും റവന്യൂ മന്ത്രിയായിട്ടും സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി കഴിയുമെങ്കിൽ ഇവിടെ വരാമെന്ന് പറഞ്ഞ് നമ്മളെപ്പോലെ തന്നെ പലയിടത്തും അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്യൂസ്. എങ്കിൽ പോലും നമ്മളത് വളരെ സജീവമായിട്ട് സിസ്റ്റം ഓൾറെഡി റണ്ണിങ് ആക്കി കഴിഞ്ഞു. ഇനി നമുക്കൊരു അത്യാവശ്യം എന്തൊരു പ്രശ്നം വന്നാലും അതിനെ മാനേജ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മുടെ സിസ്റ്റം, ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ പഞ്ചായത്തുണ്ട്, ബ്ലോക്കുണ്ട്, ജില്ലയുണ്ട്, അതോടൊപ്പം ഉദ്യോഗസ്ഥർ, റവന്യൂ മാത്രമല്ല, പോലീസ്, ഹെൽത്ത് ആൻഡ് എവരിത്തിങ് നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും പാകപ്പിഴയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം പോയിന്റ് ഔട്ട് ചെയ്താൽ മതി. നമുക്ക് ഗുണമുള്ളതെല്ലാം പോകരി കിടന്നോളൂല്ലോ. പ്രശ്നങ്ങളെ മാത്രം ഇറക്കാൻ. രണ്ടാമത്തെ കാര്യം, ഇനി ഒരു പ്രശ്നമുണ്ടായാൽ വളരെ സ്ട്രിക്റ്റായിട്ട് ആളുകൾ മാറി താമസിച്ചേ പറ്റും. ആ പ്രദേശത്ത് ഇപ്പം നമുക്കൊരു തോടൊഴുക, അപ്പം അവർ പറയുന്ന പ്രശ്നം എന്നാന്ന് ഞാൻ കേട്ടോണ്ടിരിക്കുക. ഞങ്ങൾക്ക് 2-3 ആടുണ്ട്, കോഴിയുണ്ട്, പശുവുണ്ട്. ഇതൊന്നും അവിടെ പ്രശ്നമല്ല. അതൊക്കെ മാറ്റി കിട്ടുമോ പിടിക്കുക, അതിനുവേണ്ടി സമയം കളയാനില്ല. അപ്പം തന്നെ എവോക്കേറ്റ് ചെയ്തിരിക്കണം. മഴ 3 മണിക്കൂർ, ഞാൻ ആ 3 മണിക്കൂർ നേരത്ത് ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം മണ്ണൊടിച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ട ഉൾപ്പെടെ 400 വീടുകളിൽ കയറിയപ്പം നീന്തി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകുന്നുണ്ട്. ഒരു തരത്തിലും പോകാൻ പറ്റില്ല. പിന്നെ അവിടെ റെസ്ക്യൂ ടീമുണ്ട്. അതല്ലാതെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അതാത് പ്രദേശത്തുള്ളവർക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാത് വീടുകളിലേക്ക് അടിയന്തരമായി മാറണം. അവർ ഗവൺമെൻറ് ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതൊന്നും മരംകെട്ടുകളിലാണല്ലോ താമസിക്കുന്നത്. അപ്പം ഇത് മാറാത്തത് പലപ്പോഴും ലക്ഷ്യം വരും. പക്ഷേ അപകട സാധ്യതയുള്ള മേഖലകളിൽ കഴിയുന്നവർ അധികൃതരുടെയും ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മാറ്റിപ്പാർക്കുന്ന ഘട്ടത്തിൽ ക്യാമ്പുകളിലേക്ക് മാറി സുരക്ഷിതരാകുവാൻ സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സന്ദർശന സമയത്ത് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളും വില്ലേജ്, പഞ്ചായത്ത് തല ഉദ്യോഗസ്ഥരും MLAയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.